ഇച്ചായ ഇതെന്തൊരു ഇരിപ്പ? സമയം എത്രയെന്ന വിചാരം ഹോസ്പിറ്റലിൽ പോണില്ലേ? ക്ഷീണം പോലെ. എന്തു പറ്റി? പനിയുടെ തുടക്കം പോലെ. കൈ കാണിച്ച്. ഇല്ലല്ലോ. ചൂടൊന്നുമില്ല, പക്ഷെ ക്ഷീണം. ആണോ? ചൂടിന്റെ ആയിരിക്കും. ഹോസ്പിറ്റലൊന്നും പോകാൻ വയ്യ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ലീവ് എടുക്കാം. ഇന്ന് ലീവ് എടുത്ത് എൻ്റെ പൊന്നുമോളുടെ കൂടെ ഞാൻ ചിലവാക്കാൻ പോവാ. അത് ഇച്ചായന്റെ നമ്പർ. കല്യാണം കഴിഞ്ഞ ഇടക്കൊക്കെ ഇച്ചായൻ ലീവ് എടുത്ത് വീട്ടിൽ എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എൻ്റെ കൂടെ ഇരിക്കണ്ടല്ലോ. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? രാവിലെ നേരത്തെ പോകും, വൈകിട്ട് താമസിച്ച് തിരിച്ചു വരും. എന്നാ വർത്താനാടി ആലീസ, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടിയില്ലേടി ലീവ് എടുക്കുന്നേ? ലീവാണോ? സത്യമായിട്ട് ലീവാ. സത്യമായിട്ട്? ഒരു ചായ വേണോ? ചായ വേണോടി. നീ പോയിട്ടൊരു നല്ലൊരു ചായ ഇട്ടാ നിന്റെ ചായ കുടിച്ചാൽ എൻ്റെ ഊർജ്ജമൊക്കെ തിരിച്ചു വരും. ഓ, അങ്ങനെയൊന്നും പുകഴ്ത്തണ്ട. അന്യായ കൈപ്പുണ്യ എൻ്റെ മോക്ക്. ചായ തരാം. സദാശിവൻ ചേട്ടാ, ഞാനിന്ന് ലീവാ. ഒരു പനി ലക്ഷണം. ഇല്ല, ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യമില്ല. ഇല്ല, അത് അനുരാധ നോക്കിയോളൂ. ഞാൻ നാളെ വരും. ഓക്കെ, ശരി. വിളിച്ചു പറഞ്ഞേ. എൻ്റെ പൊന്നു, എന്നാ ചായ അടി നീടുന്ന. കൊള്ളൂലേ? സൂപ്പർ. ഈ ചായ ലീവാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ കുറച്ച് മട്ടണോ ചിക്കനോ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കായിരുന്നു. എന്നാത്തിന്? കഴിഞ്ഞ ദിവസം ഇല്ലേ ചായ, ഞാൻ ടി വിയിൽ ഒരു കുക്കറി ഷോ കണ്ടേ. അതിൽ അവരൊരു ഡിഷ് ഉണ്ടാക്കി, ചിക്കൻ്റെ ഒരു ഡിഷ്. കാണുമ്പോ തന്നെ അറിയാം സൂപ്പർ ആയിരുന്നു. ഇച്ചിരി ചിക്കൻ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് തരായിരുന്നു. എൻ്റെ പൊന്നു മോളെ, നീ ഇവിടെ ഈ വഴി കിടക്കണ ഇല വെട്ടി വെച്ചാലും ടേസ്റ്റാ. അമ്മ അത് കൈപ്പുണ്യ എൻ്റെ മോക്ക്. അടുത്ത ഞായറാഴ്ച നമുക്കത് വയ്ക്കും. പക്ഷെ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ചായ ലീവാണെന്ന്. എൻ്റെ പൊന്നു മോള് വിശ്വസിക്കേ. നുള്ളിക്കേ. ലീവാ. ഡയാന, നമ്മുടെ ഡയാന. നമ്മുടെ ഡയാന? തിയേറ്ററിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ, എന്റെ കോളേജ് മേറ്റ്. ഹലോ ഡയാന. മനസ്സിലായി. എന്റെ നമ്പർ ഉണ്ടല്ലോ. ഇല്ല, ഞാനൊന്നും ഓഫീസിൽ പോകുന്നില്ല. ഒരു പനി ലക്ഷണം കൊണ്ട് വീട്ടിൽ മടി പിടിച്ചിരിക്കുക. ആണോ? എന്നാ പോരെ. ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ഇങ്ങനെ ആലീസ് ഉണ്ടാക്കി തന്ന ചായയൊക്കെ കുടിച്ചിങ്ങനെ സുഖമായിട്ടിരിക്കുക. ആലീസിന്റെ ചായ കുടിക്കണം, സൂപ്പർ ചായ. എന്നാ കൈപ്പുണ്യമാണെന്ന് അറിയാം അവക്ക്. വന്നാ അതിൻ്റെ രുചി അറിയാം. പോരെ. അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജംഗ്ഷനിൽ വന്നിട്ട് ഡോക്ടർ ജോർജ് കുട്ടിയുടെ വീട് ചോദിച്ചാൽ മതി, അവർ കാണിച്ചു തരും. എന്നാ ഉണ്ടെങ്കിലും വിളിക്കുക കേട്ടോ. ശരി എന്നാ. ഡയാന എന്നാടി? എന്താ അവളുമായിട്ട് ഇടപാട്? ആരുമായിട്ട്? ഇപ്പൊ വിളിച്ചോളുമായിട്ട്. ഡയാന കേട്ടോ. ഡയാന നിനക്ക് അറിയത്തില്ല, നമ്മള് തിയേറ്ററിൽ വെച്ച് പരിചയപ്പെട്ട ഡയാന. അതൊക്കെ എനിക്ക് മനസ്സിലായി. അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എടേ, ഇങ്ങനെ പരിചയക്കാര് വീട്ടിൽ വരുന്നില്ല, എന്താ തെറ്റ്? അന്ന് തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോഴേ അവള് പറഞ്ഞല്ലേ വീട്ടിലേക്ക് വരുമെന്ന്. നീ കേട്ടതാണല്ലോ. ഈ ചായ അവളെ തിയേറ്ററിൽ വെച്ച് കണ്ട അന്ന് തന്നെ ഞാൻ പറഞ്ഞാണ് അവളെ ഈ വീട്ടിലോട്ട് വരുത്തരുതെന്ന്. ഒന്നാമത് അവളുടെ കൊഞ്ചലും കുഴയലും മട്ടും ഭാവമൊന്നും എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. എന്നാ വർത്താനാടി ഇത്? ഇച്ചായ, ഞാൻ പൊട്ടിയാണെന്നൊന്നും കരുതരുതേ. ഇത് ഇച്ചായനും അവളും കൂടെ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഇടപാടാ. എന്നിട്ട് ഒരിക്കലും ഇല്ലാത്ത ഒരു കൂട്ടൊരു ലീവ്. ആ ലീവ് എടുത്തപ്പോഴേ ഞാൻ ഓർത്ത് അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം, അവളെ ഇങ്ങോട്ടെങ്ങാനും വരുത്തിച്ച എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നീ എന്തിനാടി ആലിസ എഴുതാപ്പുറം വായിക്കുന്നേ? അതെ, ഞാൻ എഴുതിയ പുറം തന്നെയാ വായിച്ചത്. ഈ ചായ കാള വാല് പൊക്കുമ്പോഴേ അറിയാം അത് എന്തിനാണെന്നുള്ളത്. ഞാന് പറയും ഒരു ദിവസം ലീവ് എടുത്ത് എന്റെ ഇച്ചായ എന്റെ കൂടെ വന്നിരിക്കുന്നു. അപ്പൊ എന്താ തിരക്ക് എന്താ? ആ ഹോസ്പിറ്റലിൽ വരുന്ന 2-3 പശുക്കളെയോ കാളകളെയോ നോക്കണം. ഇതിപ്പോ ഒരുത്തി വരുന്നെന്നറിഞ്ഞപ്പോഴത്തേക്ക് ലീവായി, റെസ്റ്റായി. എന്റെ ആലീസ, ഞാൻ ലീവ് എടുക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ ഡയാനയുടെ കോള് വരുന്നേ? അതാണ് ഇച്ചായന്റെ അടവ്. അവളുമായിട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ചായ കുടിക്കാൻ വന്നിരുന്നു. അപ്പൊ അവളുടെ കോള് വന്ന്,
ദേ ഇച്ചായ, ഈ ആലീസിനെ പറ്റിക്കാനേ ഇത്രക്ക് ലൊട്ടിലൊടുക്ക് വിദ്യകളൊന്നും പോരാ. ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ലോകത്തെ എല്ലാ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഞാൻ പെടണോ? പരിചയക്കാരുമായിട്ടൊന്നും എനിക്ക് ബന്ധം പാടില്ലേ? അയ്യോ, ഇത് അത്ര വലിയ പരിചയമൊന്നും അല്ലല്ലോ. പിന്നെ അന്നേ ആ തിയേറ്ററിൽ വെച്ച് അവളെ കണ്ടില്ലേ, അന്നേ ഞാൻ അവളെ നോട്ട് വിട്ടതാ. അന്ന് അവള് ഇച്ചായന്റെ ഏതായിരുന്നു, ഈ തോളത്ത് ഇങ്ങനെ 2 പ്രാവശ്യം തട്ടിയില്ലെന്നാ. ഇച്ചായ, അന്യ പുരുഷന്മാരുടെ ദേഹത്ത് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ തൊടുവോ? പുരുഷന്മാരുടെ ദേഹത്ത് തൊട്ടാൽ ഗർഭിണിയാവൂ. എന്തുവാ ഗർഭിണിയല്ലേ? ഇച്ചായ, വെറുതെ തർക്കിക്കാൻ നിക്കല്ലേ. അവൾ എങ്ങാനും ഇന്ന് ഈ വീട്ടിൽ കാല് കുത്തുവാണെങ്കിൽ മാറങ്ങോട്ട്. ഇതുണ്ടല്ലോ, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അവൾ അറിയും. പറഞ്ഞു തീരുന്നതിന് മുന്നേ വന്ന അതെങ്ങനെയാ? ഗേറ്റിന്റെ അവിടെ നിന്നിട്ടായിരിക്കും വിളിച്ചത്. എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി നിന്നെ എട്ടും പൊട്ടും. പവിത്രയായിരുന്നാ? ഞാൻ ഇതിലെ കൂടെ പോയപ്പോ വെറുതെ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഇല്ല ഞാനങ്ങോട്ട് വരുമൊന്നുമില്ല. മര്യാദക്ക് ഇങ്ങോട്ട് കയറി വരാം. ഇല്ല ഞാൻ പിന്നെ വരാന്ന്. കേറി വാ. മുറ്റത്തുനിന്ന് നിലവിളി കേൾക്കാത്തപ്പോഴേ എനിക്ക് തോന്നി പൗത്രനായിരിക്കും. ഇവിടെ പ്രശ്നം ഇത് ഒരു റിഹേഴ്സൽ നടക്കായിരുന്നു നാടകത്തിന്റെ. ഓക്കെ, ആലീസിന്റെ ചവിട്ട് നാടകം. തോന്നിയാസം മൊത്തം കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ എന്നെ കളിയാക്കാൻ കൂടെ നിന്നല്ലേ വായിരിക്കുന്ന നിൽക്കും. ഇത് എന്നെ വിഷയം. നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ കിടന്ന് കളിക്കുന്ന ആൾക്കാർ കാണുമല്ലോ. എന്നെ പ്രശ്നം ഞാൻ പറയാം. അടങ്ങി. സ്കൂളിൽ പോയിട്ടുള്ളതല്ലേ? പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളതാണല്ലോ. ആണല്ലോ. പൗത്രൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഇന്നാള് വന്നപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ? പിന്നെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടോ? ഉണ്ട്. അവരെയൊക്കെ കാണാറുണ്ടോ? എല്ലാരെയും ഒന്നും കാണാറില്ല, ചിലരെയൊക്കെ കാണാറുണ്ട്. അവരെയൊക്കെ ഓർമ്മയുണ്ടോ? ചിലരൊക്കെ. അതിൽ ഒരു പെണ്ണിനെ വഴിയിൽ വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? പിന്നെ ഞാൻ അവരോട് വർത്താനം പറഞ്ഞ് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പോകുള്ളൂ. ഇല്ലേ? അതില് ഒരു പെണ്ണിനെ കണ്ടാല് എന്തായിരിക്കും പവിത്രന്റെ പ്രതികരണം? എന്താ, സന്തോഷമുള്ള കാര്യമല്ലേ? സുമിത്രയ്ക്ക് സന്തോഷമാവോ? അയ്യോ, എന്നെക്കാളും സന്തോഷം ചിലപ്പോ സുമിത്രയ്ക്ക് അറിയും. സുമിത്രയ്ക്ക് സത്യം പറഞ്ഞ അമ്മച്ചിയോട് മാത്രമേ വിഷയമുള്ളൂ. എന്റെ കൂട്ടുകാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് തന്നെ അവക്കൊരു ചുരിദാർ തയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ടൈലേഴ്സിലെ ലക്ഷ്മി എന്റെ കൂടെ പഠിച്ചത് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടല്ലേ വന്നത്. ഇന്നാളെ അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടൗണിലെ സരിത ബ്യൂട്ടി പാർലറിൽ ഞാൻ കൊണ്ടുപോയി. അവിടുത്തെ സരിത എന്റെ കൂടെ പഠിച്ചത്. ഇവിടെ ഇപ്പൊ എന്നെ പ്രശ്നം തന്നെ, അത് പറഞ്ഞുതരാം. ഈ ഇടയ്ക്ക് ഞാനും ആലീസും കൂടെ ഒരു സിനിമയ്ക്ക് പോയി. അവിടെ വെച്ച് എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ഡയാനെ കണ്ടു. എനിക്ക് അവളെ മനസ്സിലായി, അവക്ക് എന്നെയും മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ ഇവളെ അവക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ തുടങ്ങിയ പ്രശ്നമാണ്. അവളെ പിടിച്ചിട്ടേ ഇല്ല. അതിനു വേണ്ടിയാണ് അവളുടെ ഈ നാടകം. എന്റെ ആലീസ, അതിനകത്തൊക്കെ ഇപ്പൊ എന്നാന്നേ ഉള്ളത്? എന്റെ പവിത്ര, ഇച്ചായ നീ പറഞ്ഞ പോലെ ഇവര് തമ്മിൽ നിഷ്കളങ്കമായിട്ടുള്ള ബന്ധമൊന്നും അല്ല. ഇത് വേറെ ഇടപാടാ. അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ അവക്ക് വേണ്ടിട്ടായിരുന്നു വെട്ടുകത്തി അല്ലേ? അയ്യോ, വെട്ടുകത്തി മാത്രമല്ല, വേറെ പലതും ഉണ്ട്. സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്നാലില്ലേ സാക്ഷി പറയേണ്ടി വരും. എന്ത് ചെയ്യുന്നു പറ പവിത്ര? എന്റെ ദൈവമേ, ഇവള് കാരണം ഒരു പെണ്ണിന് ഈ വീട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയാ. ചാരുലതയെ വിട്. ആകെ ഇവിടെ വന്നിട്ടുള്ളത് 3 പെണ്ണുങ്ങളാണ്. ചാരുലത പിന്നെ അവളുടെ ആളാണല്ലോ. അല്ല, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പുറത്തെ മെമ്പർ ഇങ്ങോട്ടൊന്നും വരുമൊന്നുമില്ലേ? മെമ്പർ വരും. മെമ്പർ നേരെ വരും, ആ മതിലിൽ തൂങ്ങി നിൽക്കും, കാര്യം പറയും, തിരിച്ചു പോകും. ആദ്യത്തെ ദിവസം നമ്മൾ വന്നപ്പോ മെമ്പർ ഇങ്ങോട്ട് വന്നായിരുന്നു. ആലോചിക്കുമ്പോൾ എന്റെ കയ്യും കാലും പറയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അനുരാധ ക്ലർക്ക്, പുള്ളിക്കാരി വന്നു. എന്റെ പവിത്ര, ഈ സർക്കസിലെ ട്രപ്പീസി അറിഞ്ഞൂടെ? അത് നെറ്റില്ലാതെ ചാടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലൊരു ചാട്ടമായിരുന്നു ഞാൻ. രക്ഷപ്പെട്ടോന്ന് ചോദിച്ചാൽ പെട്ടില്ലേന്ന് ചോദിച്ചാൽ പെട്ടില്ല. ഒമ്മാതിരി അവസ്ഥയായിരുന്നു. പിന്നെ പോളിസി എടുപ്പിക്കാനായിട്ട് ഒരു പെണ്ണ് വന്നു. അവളോട് 12 മണിക്ക് ആലീസ് ഉള്ളപ്പോൾ വരാനാ പറഞ്ഞത്. അവൾ 11:30 കയറി വന്നു. 11:30 കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞതപ്പോ, പക്ഷെ അവള് കേട്ടില്ല. പോളിസി എടുപ്പിച്ചേ പോളുന്നു. അവളെ പിടിച്ചകത്തിരുത്തിയതും ആലീസ് വന്നത് ഒരുമിച്ച്. എന്റെ ദേഹം ഒന്ന് വിറച്ചത് നീ ഒന്ന് കാണേണ്ടതായിരുന്നു പവിത്ര. ഒന്ന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇന്നിപ്പോ ഡയാന, ഞാൻ കഷ്ടകാലത്തിന്
അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്റെ സാറേ എന്തെങ്കിലും തടസ്സം പറഞ്ഞു ഇന്ന് വരണ്ട, പിന്നെ എങ്ങനെ ഒരു ദിവസം വരാൻ പറ. പോ. ആ നാണക്കേടല്ലേ, വാക്ക് പറഞ്ഞിട്ട് നമ്മൾ വാക്ക് മാറ്റുക എന്ന് പറഞ്ഞ. എന്നാ വിളിച്ച് കയറ്റാ കത്തിത്തുമ്പോലോട്ട് ഒന്ന് കയറാൻ പറ. ഒന്നാമത്തെ കാര്യം അവർ വെട്ടുകത്തിയായിട്ട് നിൽക്കാൻ നേരത്തെ ഇനി ആ പെണ്ണും കൂടെ വന്ന് കയറി എന്റെ സാറേ ഇവിടെ കൊലപാതകം നടക്കും. ഒന്നല്ല 2 കൊലപാതകം. രണ്ടോ? ആ സാറിന്റെ കാര്യം കൂടെ ചേർത്താ ഞാൻ ഈ പറഞ്ഞത്. ഇത് 3 ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്റെ മിടുക്കാൻ. ഞാൻ അതുകൊണ്ട് ഞാൻ വിട്ടേക്കും. നിക്ക്, ഞാൻ പറയുന്നു. എന്ത് കേക്ക്? സമാധാനമായിട്ട് കേക്ക്. പവിത്രനാണെന്ന് അവളോട് സംസാരിക്കാവോ? പിന്നെ നിങ്ങൾ വിട്ടാ പിന്നെ അവിടെ വിട്ടാ കൊണ്ട് അല്ല അങ്ങനെ അല്ലെന്ന്. പവിത്രനോട് അവൾക്ക് ഇച്ചിരി താല്പര്യമുണ്ട്, സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പൊ പവിത്രൻ പറഞ്ഞ അവള് കേൾക്കും. പിന്നെ സ്വന്തം കിട്ടുവാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത പെണ്ണുപിള്ള ഇനി ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നത്. ഞാനുമായിട്ടാണല്ലോ പ്രശ്നത്തിൽ നിൽക്കുന്നത്. പവിത്രനോട് അവൾക്ക് ഒരു മമതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പവിത്രം ഒന്ന് പറഞ്ഞു നോക്ക് പ്ലീസ്, എനിക്ക് വേണ്ടി. സാറേ എന്റെ കണ്ണിൽ കൂടെ ഇരുട്ട് കയറുക. നിക്ക്, എന്റെ എന്തോരം കാശ് കടം വാങ്ങിച്ചിട്ടുള്ള ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കാശ് എടുത്ത് തരാറില്ലേ? ആ നന്ദിയെങ്കിലും കാണിക്കും. പവിത്രം സംസാരിക്കും. അവര് കത്തി താഴെ ഇട്ട് കാണുമായിരിക്കുമോ? വിട്ട് കാണും. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തെ നോക്കുന്ന ഉത്തരവാദിത്തം ഞാൻ സാറിനെ ഏൽപ്പിക്കുക. ചെല്ല് ചെല്ല്. അലിസേ, ഡോക്ടർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അപ്പം പലരുമായി ബന്ധമുണ്ടാവും, സൗഹൃദം ഉണ്ടാവും. അതിനൊക്കെ ഇങ്ങനെ സംശയിക്കാൻ നിൽക്കുന്നത് മോശമല്ലേ? മാത്രമല്ല പണ്ട് കോളേജിൽ പഠിച്ചവരെയൊക്കെ കാണുമ്പോൾ മിണ്ടുക എന്ന് പറയുന്നത് അതിലൊക്കെ ഒരു നല്ല കാര്യങ്ങളല്ലേ അത്? അപ്പൊ ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെ ഞാൻ കോളേജിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കൂട്ടുകാരുമായിട്ട് എപ്പോൾ കണ്ടാലും ഞാൻ മിണ്ടൂലോ. എന്തിനേറെ പറയുന്നു, എന്റെ സുമിത്രയ്ക്ക് ഒരു അത്യാവശ്യം വന്നപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും എന്റെ കൂട്ടുകാരെ കൊണ്ടല്ലേ ഞാൻ ചെയ്യിപ്പിച്ച്, അതും പെൺകൂട്ടുകാരെ കൊണ്ട്. ആണോ? പിന്നെ സുമിത്രയല്ല ആലീസ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ വെറും പാവ. ആലീസ് വിചാരിക്കുന്ന പോലെ ഒരു മോശക്കാരനൊന്നുമല്ല. ആണോ? കൂടെ കിടക്കുന്നവൾക്ക് രാപ്പനി അറിയൂ. ഞാൻ ഇച്ചാനെ കാണാൻ തുടങ്ങിട്ടേ വർഷം കുറേയായി. പെണ്ണുങ്ങളെ കാണുമ്പോഴുണ്ടല്ലോ ആ മുഖം സൂര്യനെ പോലെ ഇങ്ങനെ വിടരും. ആലീസെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ആലീസ് കരുതുന്ന പോലെ ഈ ഡോക്ടർക്കും ഈ ഡയാനയ്ക്കും ഇങ്ങനെ ഒരു തമ്മിലൊരു ബന്ധം ഉണ്ടെന്നിരിക്കട്ടെ. ഇവർക്ക് കാണാൻ തന്നെ ഒരു പാട്. ആലീസ് ഉള്ളിടത്തോട്ട് വിളിച്ചോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? സാറിന് ലീവ് എടുക്കാതെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നുണ്ടെങ്കിൽ ഡയാനെ അവിടെ വെച്ച് കാണാമല്ലോ. സാറിന്റെ ഒരു ദിവസത്തെ ലീവും പോവില്ല, ആലീസാണ് ഇത് അറിയാനും പോകുന്നില്ല. അവിടെയാണ് പോയിന്റ്. അവിടെയാണ് ഇച്ചായന്റെ വക്രബുദ്ധി. അവൾ ഇവിടെ വരുന്നു, ഞാനുമായിട്ട് പരിചയപ്പെടും, മാന്യമായിട്ട് പെരുമാറും, തിരിച്ചു പോകും. എന്നിട്ട് വേറൊരു ദിവസം രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും വെച്ച് കാണും. അപ്പൊ ഇന്ന് വന്നതിന്റെ ന്യായം പറയാലോ, കാരണം അവര് ഫ്രണ്ട്സ് ആണല്ലോ. ഇനി എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടു എന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, കാരണം അവളൊരു പാവമാണല്ലോ. ഇച്ചായന്റെ ഈ ബുദ്ധിയൊക്കെ ഞാൻ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. എന്റെ അലീസെ ഞാൻ അല്ലെങ്കിലും പവിത്ര എന്തിനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത്? എന്തിനാ വക്കാലത്ത് പിടിച്ചോണ്ട് വന്നേക്കുന്നത്? ചെല്ലി പോവാൻ നോക്ക്. പോ പോ പോ. എന്തായി സാറേ, എനിക്ക് നിങ്ങളുടെ അത്ര വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ ഒരു കാര്യം അവിടെ ഏറ്റില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് അപ്പോഴത്തെ മെമ്പറോടൊന്ന് പറഞ്ഞാലോ? അവരൊരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞാൽ ഏക്കുമായിരിക്കും. നന്നായിരിക്കും. ആണോ? എന്നാ ഞാൻ അവരോട് ഒന്ന് പറയാം. തന്നുണ്ടല്ലോ, അവരിവിടെ വന്നോണ്ടല്ലോ കൊലപാതകമല്ലേ, യുദ്ധം നടക്കും. യുദ്ധം ഇതൊരു വലിയ പുലിപോലായല്ലോ. അല്ല പിന്നെ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്നാ? ഡോക്ടർ ദൈവവിശ്വാസിയാണോ? ആണെങ്കിൽ ഒരു മെഴുകുതിരി മേടിച്ച് കത്തിച്ചേച്ച് മുട്ടിപ്പാട്ട് മുട്ടുകാലം നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇനി ദൈവത്തെ കൊണ്ടല്ലോ എന്തേലും നടക്കും. അയ്യോ, നിങ്ങളുടെ അവളുണ്ടല്ലോ ആ ഡയാന, അവള് വിളിക്കുന്നു. ഒരു അരമണിക്കൂർ കാണാതെ സംസാരിക്കാതിരുന്നപ്പോഴേ അവക്ക് ഭയങ്കര ശ്വാസം മുട്ടല്. ഫോൺ എന്നിട്ട് സ്പീക്കറിലിട്. പവിത്രനോട് കേൾക്കണം അവൾ എന്താ പറയുന്നത്. സ്പീക്കറിലിടാൻ കേട്ടോ. ഹലോ ജോർജുട്ടി, ഞാനാടോ. മനസ്സിലായി. അങ്ങോട്ട് വരണം എന്ന് ഓർത്തതാ. അപ്പൊ ഹസ്ബൻഡിന് പെട്ടെന്നൊരു തിരക്ക്. പുള്ളിയെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചു തന്നെ അങ്ങോട്ട് വരാമെന്ന് കരുതി. എന്തായാലും ഇനി ഒരു ദിവസം വരാം. താങ്ക് യു. എന്താ? അല്ല അത് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞതിന് താങ്ക് യു. ആലീസിനെ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു.
ആ പോട്ടെ, ഇനി ഒരിക്കൽ വരാം. വരുമ്പോ നല്ല ഒന്നാം തരം ചായ ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അത് വേണോ? വേണം. താനല്ലേ പറഞ്ഞത് തന്റെ ഭാര്യ നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്ന്. ആ കൈപ്പുണ്യം ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അപ്പൊ ശരി, കാണാം. ഓക്കെ. എന്നാടി നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ നാവിറങ്ങിപ്പോയോടി? ഈ സ്ത്രീയെ കുറിച്ചല്ലേ നീ ഇത്ര അനാവശ്യം പറഞ്ഞത്? നീ ഇവിടെ കലാപം ഉണ്ടാക്കി ഇതിനു വേണ്ടിയല്ലേ? ഡോക്ടർ ഒരു മിനിറ്റ്. നിങ്ങൾ വലിയ വിദ്യാഭ്യാസവും വിവരവും ചുറ്റുപാടും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് അകത്ത് വന്ന് പട്ടി കരയുന്ന പോലെ പറഞ്ഞാണോ ആ സ്ത്രീയെ സംശയിക്കരുത്, അവരങ്ങനെയുള്ളൊരു സ്ത്രീ അല്ലെന്ന്? അവരുടെ ശബ്ദം കേട്ടാൽ അറിയത്തില്ല അവർ തങ്കപ്പെട്ട സ്ത്രീയാണെന്ന്. അവരെക്കുറിച്ചാണോ നിങ്ങൾ ഇത്രയും വൃത്തികേട് എന്നോട് പറഞ്ഞത്? ഈ ഡോക്ടർ വെറും പാവമായതുകൊണ്ടാണ്. ഞാനെങ്ങാനും ആയിരിക്കണം വെട്ടിയടിച്ച് പട്ടി കെട്ടി ഞാൻ കൊടുത്തേ. ഓട്ടെ ഡോക്ടറെ. ശരി.